പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. എല്ലാത്തിൻ്റെ നടുവിൽ നമ്മളൊരു കാര്യം വിശ്വസിക്കണം. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. അതുകൊണ്ട് ആ വചനം പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങനെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. വിസ്മയനീയനായി സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മളെ ഈ ശരീരം ഉണ്ടല്ലോ, ഒരു അത്ഭുതമാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണ്. ഇതൊരു പക്ഷെ നല്ല ആരോഗ്യമുള്ളപ്പോഴൊന്നും ഇതത്ര വലിയ ബോധത്തിൽ വരത്തില്ല. നിങ്ങൾ ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോൾ, ചില രോഗപീഠകളെ മനസ്സിലാക്കുമ്പോൾ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ദൈവമേ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്, ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതെങ്കിലും രോഗപീഠകളാൽ ആശുപത്രികളിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും രോഗപീഠകളാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളവർ. കുറേ അധികം പേരുണ്ട്. കുറച്ച് പേർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ആ ഭാഗ്യം കിട്ടുമായിരിക്കും അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ വില മനസ്സിലാവുന്നത്. ആശുപത്രിയിൽ ഡോക്ടർമാർ ചില രോഗങ്ങളുടെ പേരൊക്കെ പറയുമ്പോഴാണ്, ദൈവമേ ഇങ്ങനെയൊക്കെ രോഗമുണ്ടോ, ഇങ്ങനെയൊക്കെ അവസ്ഥയുണ്ടോ. അപ്പോഴാണ് നമ്മൾ പറയണത്, തമ്പുരാനെ നന്ദി. എന്തിനു നന്ദി? എനിക്കിതില്ലല്ലോ. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അത്ഭുതമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമുക്ക് നമ്മളെ കുറിച്ച് തിരിച്ചറിവില്ലെന്നേ ഉള്ളൂ. നമ്മൾ നോക്കുന്നത് മുഴുവൻ നമ്മുടെ കുറവുകൾ മാത്രമാണ്. നീ ഒരു അത്ഭുതമാണ്. നിന്റെ ശരീരം ഒരു അത്ഭുതമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നീ ഒരു അത്ഭുതമാണ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞ്, നീ ഒരു അത്ഭുതമാണ്. നീ ഒരു അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതായത് ഓരോരുത്തരും ഇത് വിശ്വസിച്ചോണം. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അത്ഭുതമാണ്, ഒരു അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കുണ്ടല്ലോ ഒരു ദേവാലയത്തിൽ ധ്യാനത്തിന് ചെന്നു. അവിടുത്തെ മിടുക്കൻ ഒരു കൊച്ചച്ഛൻ, നല്ല ആക്റ്റീവാ. എനിക്ക് അച്ഛൻ അറിയാം, നല്ല മിടുക്കൻ അച്ഛൻ. അപ്പൊ ഈ അച്ഛൻ സ്വാഗതമൊക്കെ പറഞ്ഞ്, അവിടെ കൊച്ചച്ഛനുണ്ട് വലിയച്ഛനുണ്ട്. അപ്പൊ കൊച്ചച്ഛനാണ് ഈ ധ്യാനത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. ഈ കൊച്ചച്ഛൻ കയറി നമ്മളെ സ്വാഗതമൊക്കെ പറഞ്ഞ് നല്ല സന്തോഷം. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇനിയുള്ള ഈ 5 ദിവസം ഈ ദേശത്തിന് വേണ്ടി അച്ഛാ ശക്തമായ കൃപയാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രോത്സാഹനം, സന്തോഷം. അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഞാൻ ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അറിയുന്നു, ഇന്നലെ സംസാരിച്ച അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇന്ന് രാവിലെ അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു. അപ്പം ഞാൻ അച്ഛന് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അച്ഛാ എന്നാ പറ്റി, അച്ഛാ എന്നാ പറ്റി, ആർ യു ഓക്കെ? അപ്പം അച്ഛൻ പറഞ്ഞു, പാനിക് അറ്റാക്ക്. അച്ഛാ എന്താണെന്നറിഞ്ഞുകൂടാ, വയ്യ, രാവിലെ എഴുന്നേറ്റപ്പോൾ വയ്യ, ഞാനിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, ധ്യാനം തീരുന്ന ദിവസം ഞാൻ വന്നോളാം. കൺവെൻഷൻ്റെ സമാപന ദിവസത്തിൽ ഈ അച്ഛൻ നന്ദി പറയാൻ സ്റ്റേജിൽ വന്നു. അപ്പോഴാണ് ഞാൻ ഈ അച്ഛനെ കാണുന്ന. 4 ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. സ്റ്റേജിൽ വന്നിട്ട് ജനത്തോട് പറഞ്ഞു, ജനമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ആശുപത്രി പോയതായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ വളരെ സരസമായിട്ട് പറഞ്ഞൊക്കെ അവസാനിപ്പിച്ചു. പക്ഷേ ഞാൻ ഈ അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണിൽ എവിടെയോ ഒരു നനവ്, വല്ലാത്തൊരു വിഷമം. ഞാൻ ഈ അച്ഛനെ പിടിച്ചോണ്ട് അച്ഛൻ്റെ മുറി ചെന്നു. അച്ഛൻ്റെ മുറി ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ആർ യു ഓക്കെ? അച്ഛൻ എൻ്റെ മുമ്പിൽ ആ അച്ഛൻ്റെ കട്ടിലയിൽ ഇരുന്നു. എന്നിട്ട് അച്ഛൻ ഇരുന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അച്ഛാ ജീവിതം, എൻ്റെ കയ്യിൽ നിന്ന് പോയി അച്ഛാ, എൻ്റെ കയ്യിൽ നിന്ന് പോയി. നിന്റെ അച്ഛൻ സങ്കടപ്പെട്ട് പറഞ്ഞെന്നറിയോ? അച്ഛാ അന്ന് ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം അതിരാവിലെ, അച്ഛാ എന്താന്നറിഞ്ഞുകൂടാ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ ഭയം, നിരാശ, ദുഃഖം,
കരച്ചില്, എല്ലാ വികാരങ്ങളും കൂടെ. ഈ അച്ഛൻ പറയുവാണ്, അച്ഛൻ ഇത്രയും നാളും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന എല്ലാ വികാരങ്ങളും കൂടെ ദേ ഇടിച്ചു കുത്തി പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നത് പോലെ എനിക്ക് ഈ മുറിയിൽ ഇരുന്നിട്ട് കരച്ചിലോട് കരച്ചിൽ. അച്ഛൻ എന്നിട്ട് ആ തലയണ പറിച്ചിട്ട് പറയാം, അച്ഛാ ഈ തലയണ കെട്ടിപ്പിടിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി, എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ ഈ അച്ഛൻ ഒരു കൂട്ടുകാരനായിട്ടുള്ളൊരു സഹോദരനെ വിളിച്ച് എന്നിട്ട് അവനോട് പറഞ്ഞു, ദേ എൻ്റെ കയ്യിൽ നിന്ന് ജീവിതം പോയിരിക്കുക, എന്നെ ഒന്ന് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോണേ. കാറ് വന്നു, ആരോടും പറഞ്ഞില്ല. കൊച്ചുവെളുപ്പാൻ കാലത്ത് ഓടി ഈ തലയണെ കെട്ടിപ്പിടിച്ചോണ്ട് കാറെ കയറി ഇരുന്നു. ഈ അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് കരയുവാണ്. കൂട്ടുകാരനൊന്നും മനസ്സിലാവുന്നില്ല. ഈ അച്ഛൻ കരച്ചിലോട് കരച്ചില്. ഈ കരച്ചിലിനിടയിൽ എന്തൊക്കെയോ പറയുന്നു. ആശുപത്രി ചെല്ലുന്നു, പരിചിതമായ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടറോട് പറയും, ഡോക്ടറെ എന്നെ എന്തെങ്കിലും ചെയ്യ്. ഉറക്ക ഗുളിക കൊടുക്കുന്നു, എവിടെ 3-4 ഗുളിക കൊടുത്തിട്ടൊന്നും ഏറ്റില്ല. അവസാനം പലതരത്തിലുള്ള മരുന്നുകളൊക്കെ കൊടുത്താണ് ഇയാളൊന്ന് വിശ്രമിച്ചത്. ഈ അച്ഛൻ എന്നോട് പറഞ്ഞു ഒരേ ഒരു കാര്യം, അച്ഛാ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ ഓക്കെ ആണെന്ന്, ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന്, ഞാൻ വിചാരിച്ചു എനിക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണ്. പക്ഷേ അച്ഛാ ഒരു നൊടിയിട കൊണ്ട് എന്താ സംഭവിച്ചൊന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഞാനൊരു പ്രത്യേക അവസ്ഥയിലോട്ട് പോയി. അച്ഛാ ഇത്രയേ ഉള്ളൂ ജീവിതം. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ആ അച്ഛൻ ഒരു സാക്ഷ്യം പോലെ നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചതാ എന്നെ. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പറയണം, മനുഷ്യ ജീവിതത്തിന്റെ ഘടന എത്രയോ അത്ഭുതമാണ് അച്ഛാ. ജീവിച്ചിരിക്കുന്നെങ്കിൽ നോർമലായിട്ടൊരു കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് അത്ഭുതമാണ്, അത്ഭുതം. അതുകൊണ്ട് ആ സങ്കീർത്തകൻ പറഞ്ഞത്, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങെന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. കർത്താവേ ഞാനൊരത്ഭുതമാണ്. നീ കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് നിനക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടല്ലോ, നിന്റെ ദഹനീയന്ദ്രിയത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പലതായിട്ട് അത് മാറ്റപ്പെടുന്നുണ്ടല്ലോ, നിന്റെ ശരീരത്തിൽ ശ്വാസനിശ്വാസമുണ്ടല്ലോ. നമ്മൾ ഓർത്തോ, ഒരു കിടപ്പ് രോഗിയെയോ ഒരു ആശുപത്രിയിലുള്ള മറ്റൊരു രോഗിയെ ഓർത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, കർത്താവേ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇതൊരു അത്ഭുതമാണ്. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെശയ്യായുടെ പ്രവചനം 64-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 64 വേർഡ്സ് 8, 8-ാം തിരുവചനം. എന്നാലും കർത്താവേ അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. കണ്ടോ കർത്താവേ, ഞങ്ങൾ കളിമണ്ണാണെന്ന്, നമ്മൾ കളിമണ്ണ്. അതുകൊണ്ടാ പറഞ്ഞത് കരവേല. ഈ കളിമണ്ണ് കൊണ്ട് നമ്മളെ കർത്താവ് മെനഞ്ഞെടുത്തു. എത്രയോ അത്ഭുതകരമായി മെനഞ്ഞെടുത്തു. ജെറമിയ പ്രവചനം 1:5 നമുക്കറിയാവുന്ന വചനമാണെന്ന് പറഞ്ഞേ. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 വേഴ്സ് 5 പറഞ്ഞ വചനം. ഞാൻ മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. വലതുകര ഉയർത്തിപ്പിടിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. നിന്റെ ജീവിതം ഇതൊരു അബദ്ധമല്ല, ഇതൊരു പരാജയമല്ല, നീ ഒരു വേസ്റ്റ് അല്ല, നീ തോൽവിയല്ല. നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, നീ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ ദൈവം നിന്നെ അറിഞ്ഞു, ദൈവം നിന്നെ വിശുദ്ധീകരിച്ചു. യുവർ ലൈഫ് ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ കരവേലയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ, ആമേൻ, ആമേൻ. ഒന്ന് കൈയടിച്ചത് പാസ്സാക്കിക്കേ. വിശ്വസിച്ചോണം. എൻ്റെ ജീവിതം ഇവിടെ ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ എത്ര കാതം അകലെയാണെങ്കിൽ നീ വിശ്വസിച്ചോ, നിന്റെ ജീവിതം ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. ദൈവത്തിന്റെ കരവേലയാണ്. അല്ലാതെ ഇത് അബദ്ധമല്ല, പരാജയമല്ല. ചില കാര്യങ്ങൾ നമ്മൾ പരാജയമാണെന്ന് തോന്നും, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള ദുഃഖം ഉണ്ടാവും. ബട്ട് വിശ്വസിച്ചോണം, ഇതിനൊക്കെ ഉപരി ദൈവമേ അങ്ങയുടെ കരവേലയാണ്. വിശുദ്ധ ഗ്രന്ഥം അതാ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികളാൽ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതാണ് അതിന്റെ പ്രത്യേകത. നീ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്.
അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നീ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. നീ വെറുതെ ഉണ്ടാക്കപ്പെട്ടതല്ല, എവിടെയോ എങ്ങനെയോ ജീവിച്ച് തീരാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് നീ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2 Corinthians chapter 5 verse 17, 5-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം ഒന്ന് വായിച്ച്. 17, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലായിരിക്കുന്നവൻ, അതാണ് നമ്മുടെ ബെനിഫിറ്റ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ഏറ്റവും വലിയ കൃപയത, ഞാൻ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ഓരോരുത്തരും പറഞ്ഞ, ഞാൻ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല, നീ വെറുതെ ഒരു മണ്ണല്ല, മറിച്ച് ഞാൻ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട. അങ്ങനെയെങ്കിൽ എന്താ പ്രത്യേകത? ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പുതിയ സൃഷ്ടിയാണ്. യു ആർ എ ന്യൂ പേഴ്സൺ. പഴയത് കടന്നുപോയി, യു ആർ എ ന്യൂ പേഴ്സൺ. നീ പുതുമയുള്ള നന്മയുള്ള വ്യക്തിയാണ്, യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 2 2-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം എന്താണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കണ്ടോ പൗലോസ് ശ്ലീഹ പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇത് നമുക്ക് കിട്ടുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ച് ഈ വചന ഹൃദയത്തിലോട്ട് സ്വീകരിച്ചോണം. ഞാൻ ക്രിസ്തുവിൽ പുതിയ വ്യക്തിയാണ്. യേശു ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ. യേശു ക്രിസ്തുവാണ് എന്നെ നയിക്കുന്നത്. ഈ ഭൂമിയിൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടു, എനിക്കിനി തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ വേണം ഞാൻ എല്ലാ കാര്യങ്ങളും കാണാൻ. യേശു ക്രിസ്തുവാണ് കൃത്യം വ്യക്തമായി എന്നെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഈ ലോകത്തെ കാണണം. യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഈ ലോകത്തെ കാണണം. അങ്ങനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ പറ്റൂ. അങ്ങനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ പിറുപിറുത്തോണ്ടിരിക്കും, നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. യേശുവിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണുമ്പോൾ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 3 3-ാം അധ്യായം 10-ാം തിരുവചനം. വചനം എന്താ പറയുന്നത്? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കണ്ടോ, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ച് വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. ഒച്ചത്തിൽ പറയണം കേട്ടോ, നല്ലപോലെ ഒച്ചത്തിൽ അങ്ങോട്ട് ഏറ്റു പറഞ്ഞോ. നല്ല വചന. കാരണം ഈ വചനത്തിന്റെ പ്രത്യേകത, ഇത് പറയുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളില് കൃപ കൊണ്ട് നിറയും, ശക്തമായ കൃപ കൊണ്ട് നിറയും. വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞു, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അപ്പോൾ വചനം നമ്മുടെ മുമ്പിൽ എന്താ പറയുന്നത്? നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. കരവേലയാണെന്ന് നാം കണ്ടു. വചനം പറയുന്നു നാം യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു, നല്ല പ്രവർത്തികൾക്കായി, സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. വെറുതെ ഉള്ള കാര്യത്തിനല്ല, സൽപ്രവർത്തികൾക്കായി, ഫോർ ഗുഡ് വർക്ക്സ്, നല്ല പ്രവർത്തികൾക്കായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വെറുതെ ചീഞ്ഞളിഞ്ഞു പോകാനല്ല, നല്ല ഫലം കായ്ക്കാനാണ്. നല്ല ഫലം ഉണ്ടോ?
നല്ല ഫലം. ഇപ്പം നമ്മുടെ അടുക്കൽ ആരെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു? ആശ്വാസമാണോ അസ്വസ്ഥതയാണോ കിട്ടുന്നത്? അസ്വസ്ഥതയോ? അപ്പം നല്ല ഫലമാണോ? അല്ല. നീ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്നിൽ സംഭവിക്കേണ്ട കാര്യം, നിന്നിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടണം, നിന്നിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹമാണോ അസ്വസ്ഥതയാണോ? ചിന്തിക്കൂ. അതിപ്പോ അച്ഛാ, അതിപ്പോ അങ്ങനെയൊക്കെ ആയിപ്പോയി അച്ഛാ. അതല്ലല്ലോ. നമ്മൾ നല്ല പ്രവർത്തികൾക്കായി നല്ല ഫലം കായ്ക്കാൻ, അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്. ജെയിംസ്, ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം തുറന്നാലോ? യാക്കോബ് 2:17. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതായത് നമ്മൾ ഈ പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, പോട്ടാശ്രമത്തിൽ വന്നു പ്രാർത്ഥനയിൽ പങ്കെടുത്തു, ഹല്ലേലൂയ പറഞ്ഞു, കൊള്ളാം, വെരി ഗുഡ്. ഇത് മാത്രം പോരാ. പ്രവർത്തികളിൽ, റിസൾട്ടിൽ ഇതുണ്ടാവണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ഇത് തെളിയപ്പെടണം. ഹല്ലേലൂയ. അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? പള്ളി വന്നിരുന്ന് കൈയടിക്കാനും പാട്ട് പാടാനൊക്കെ കൊള്ളാം, പക്ഷെ സംസാരം, വീട്ടിൽ പ്രവൃത്തി, അതച്ചാ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. അതുകൊണ്ട് അത് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം ഒന്ന് തുറന്നേ. മാത്യു ചാപ്റ്റർ 5:16. മത്തായി 5:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയാ. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട്. തീത്തോസിന് എഴുതിയ പുസ്തകം തുറന്നേ. തീത്തോസ് 3:8. ഒരു കുഞ്ഞു പുസ്തകമാണ്. പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയിരിക്കുക. 3-ാം അധ്യായം ചാപ്റ്റർ 3:8. 3-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം. തീത്തോസ്, ഇപ്പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ. ഒന്നും കൂടെ വായിച്ചേ. ഈ പറഞ്ഞത് സത്യമാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഈ പറഞ്ഞ സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതായി ശുശ്രൂഷ സമയത്ത് കർത്താവ് പറയുകയാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം നമുക്ക് മുൻകൂട്ടി ഒരുക്കിയ ചില സൽപ്രവർത്തികൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എത്രത്തോളം സൽപ്രവർത്തി ഞാൻ ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തെ കാണുന്നൊരു വ്യക്തി ഇതാ സൽപ്രവർത്തികൾ ചെയ്യാനുള്ള തീരുമാനം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസാരം, നിന്റെ സംസാരം വഴി നീ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടോ, കരയിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ തിരുത്താൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നിന്റെ സൽപ്രവർത്തികൾ, നിന്റെ പ്രവർത്തികൾ വെറുതെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരെന്ന്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് ഫലം കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ, മറ്റുള്ളവർക്ക് ഫലം കൊടുക്കാൻ തക്കവണ്ണം എന്നെ യോഗ്യയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിക്കണം. കർത്താവേ, ഞാൻ മറ്റുള്ളവർക്കൊരു ശല്യമാകാതെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ കർത്താവെ അനുഗ്രഹിക്കണം. ഏതെങ്കിലും തരത്തിൽ ഇന്ന് നീ ശല്യമാണെങ്കിൽ ആ ശല്യത്തെ ഈ അൾത്താരിൽ സമർപ്പിച്ച്, ആ നെഗറ്റീവിനെ, ആ നിഷേധാത്മകമായ വികാരത്തെ അൾത്താരിൽ സമർപ്പിച്ച്, ഈശോയെ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. നാവ് തുറന്ന് സ്തുതിച്ചേ. സ്വരമുയർത്തി സ്തുതിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ ചൊരിയട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. കൈകളടിച്ചേ, ശക്തമായിട്ട് കൈയടിച്ചേ. യെസ് കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ സംഭവിക്കട്ടെ, ഒരു പുതിയ കൃപ സംഭവിക്കട്ടെ.
ദൈവശക്തി പഠിക്കേ. ഈ നിമിഷം ദൈവശക്തി ഈ നിമിഷം ദൈവശക്തി ഈ നിമിഷം ദൈവശക്തി ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ ഇന്നും ജീവിക്കുന്ന ജനതകൾ ആമേൻ ആമേൻ ജനതകൾ ഇന്നും ജീവിക്കുന്ന ജനതകൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്നൊന്ന് വിളിച്ച് വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഭരിക്കട്ടെ. ഒരു പുതിയ കൃപയിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവശക്തി വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ചോ. എഫേസോസ് ലേഖനം 2:10. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങെനിക്ക് വേണ്ടി ഒരുക്കിയ ഈ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശ്വസിക്കുക. ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം കേട്ടല്ലോ. ഇവിടെ ഈ നിൽക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ വചനം അങ്ങോട്ട് ഏറ്റെടുത്തോണം. യെസ്, ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. യെസ്, ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫോർ മീ. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഈ വചനം തന്നത്. എനിക്ക് വേണ്ടി. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും ഈ വചനം കടന്നു ചെല്ലട്ടെ. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഈ വചനം കടന്നു ചെല്ലട്ടെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് വചനം കടന്നു ചെല്ലട്ടെ. ഈ വചനത്തിന് അത്ഭുത ശക്തിയാൽ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ